Hi dears. അപ്പോൾ നമ്മളുടെ തേർഡ് ചാപ്റ്റർ എന്നുള്ള ടോപ്പിക്കാണ് ഫ്രീക്വൻസി ടേബിൾ എന്നുള്ളത്. സോ ഫ്രീക്വൻസി ടേബിൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സാമിന് റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ വരാറ്. അതിന്റെ പാറ്റേണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പം ഏത് ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതായത് ഇപ്പൊ 0 to 5 അല്ലെങ്കിൽ 0 to 10 എന്നുള്ള രീതിയിൽ തരാറുണ്ട്. അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ ക്ലാസ് ഇന്റർവൽ 5 ആയിരിക്കണം അല്ലെങ്കിൽ 10 എന്ന് പറയാറുണ്ട്. ചില കേസുകളിൽ ഇതേപോലെ ഒന്നും പറയാറുമില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഫ്രീക്വൻസി ടേബിൾ ബിൽഡ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ആദ്യം ഇവിടെയാണെങ്കിൽ ഒരുപാട് വാല്യൂസ് വരുന്നുണ്ട്. സോ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം. അതായത് ക്ലാസ്സുകൾ എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ആ ക്ലാസിന്റെ ആ ഒരു വിഡ്ത്ത് അല്ലെങ്കിൽ ആ ഇന്റർവൽ എങ്ങനെയാണ് തീരുമാനിക്കാം? ഇവിടെ നോക്കിയാൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ 2 ആണ് ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ആയിട്ട് വരുന്നത്. ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 22 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു 0 to 5 ക്ലാസ് ഇന്റർവൽ 5 വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അതായത് 0 to 5 സ്റ്റാർട്ട് ചെയ്തിട്ട് 20 to 25 വരെ. അപ്പൊ ഈ 22 എന്തായിരിക്കും? ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ എഴുതാം. ആദ്യം ഇതേപോലെ ടേബിൾ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ക്ലാസ്സുകൾ എഴുതണം. പിന്നെ എന്താണ്? ടാലി മാർക്സിന് ഒരു സ്ഥലം വേണം. ആൻഡ് ലാസ്റ്റ് എന്താണ്? ഫ്രീക്വൻസീസ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ഫ്രീക്വൻസി ടേബിൾ. ഇത് നമുക്ക് എന്തും കൂടെ വിളിക്കാം, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ എന്നും കൂടെ വിളിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ എന്താണ്? ക്ലാസ്സുകളാണ് വരുന്നത്. ഇനി ക്ലാസ്സിന് പകരം സെപ്പറേറ്റ് ആയിട്ട് നമ്പേഴ്സ് ആണെങ്കിലോ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടേബിൾ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കാം. ഇനി ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 0 to 5 തുടങ്ങിയിട്ട് എവിടെ വരെയാണ്? 20 to 25 വരെയാണ് ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 0 to 5 തൊട്ട് 0 to 5, 5, 10, 10, 15, 15, 20, 20 to 25. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാല്യൂസും നമ്മൾ എടുക്കാം. ഓരോ വാല്യൂസിനായിട്ട് എടുക്കാം. എന്നിട്ട് എന്താണ്? ടാലി മാർക്സ് കൊടുത്തു പോകും. അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിലേ നോക്കുകയാണെങ്കിൽ ഓരോ ക്ലാസ്സുകളായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ 0 to 5 വരെ. അപ്പൊ 0 5 ഇടയിൽ ആരൊക്കെ വരുന്നുണ്ടായിരിക്കും? ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 0-5 എന്നുള്ളൊരു ക്ലാസ് ആണെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ അപ്പർ ലിമിറ്റും മറ്റേ ആളുടെ ലോവർ ലിമിറ്റും സെയിം ആണെങ്കിൽ അതിനെന്താണ് നമ്മൾ വിളിക്കുക? എക്സ്ക്ലൂസീവ് ക്ലാസ് എന്നാണ് വിളിക്കുക. ഇവിടെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? നോട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും. നോട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും. ആൻഡ് ലോവർ ലിമിറ്റ് എന്തായിരിക്കും? ഇൻക്ലൂഡഡ് ആയിരിക്കും. അതായത് നമ്മളുടെ ഈ ഒരു 5 10 ആണെങ്കിൽ 5 എവിടെയായിരിക്കും? 5, 10 എന്നുള്ള ക്ലാസ്സിലായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. 10 എന്തായിരിക്കും? 10, 15 എന്നുള്ള ക്ലാസ്സിലായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? നോട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും. ലോവർ ലിമിറ്റ് ആയിരിക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 5 എന്ന് കാണാം അല്ലേ? 5 എവിടെയായിരിക്കും വരിക? 5-ന്റെയും 10-ന്റെ ഇടയിൽ ആ ഒരു ക്ലാസ്സിലായിരിക്കും 5-നെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 20 വരുന്നുണ്ട്, 22 ഉണ്ട്. രണ്ടാൾക്കാർ ഏത് ക്ലാസ്സിലായിരിക്കും? 20 to 25 എന്നുള്ള ക്ലാസ്സിലായിരിക്കും. ടാലി മാർക്സ് അറിയാലോ, ഇങ്ങനെ 1 1. ഇത് 1, ഇവ 2 എണ്ണായി കഴിയുമ്പോൾ എന്താണ്? 2 ആണ്. 5 വരുമ്പോൾ എന്താ? 1 2 3 4. 5 വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്യും. ഇതിനെ നമ്മൾ എന്താ പറയാ? 5 എന്ന് പറയും. 6 ആണെങ്കിലോ ഒരു ലൈനും കൂടെ എന്താണ് ഇപ്പുറത്തേക്ക് വരും. ഇനി നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 10 ഉണ്ട്, 5 ഉണ്ട്. 5 10 എവിടെ വരും? 5 to 10 ആര് വരുന്നുണ്ടായിരിക്കും? 5 വരുന്നുണ്ടായിരിക്കും. 10 to 15 ആര്? 10 വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ആരാണ്? 11, 12. അവരും എവിടെ തന്നെയാണ് വരുന്നത്? 10 to 15 11ഉം 12ഉം വരുന്നത്. ഇനി അടുത്തത് 20 എവിടെയായിരിക്കും? 20, 25 എന്നുള്ള ക്ലാസ്സിലായിരിക്കും. നെക്സ്റ്റ് 18ഉം 15ഉം എവിടെയായിരിക്കും വരുന്നുണ്ടായിരിക്കാം? നമ്മളുടെ 15, 20 എന്നുള്ള ക്ലാസ്സിലായിരിക്കും 18ഉം 15ഉം വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് 14 എന്ന് പറയുമ്പോൾ എവിടെ വന്നു? 14 തൊട്ട് താഴെയുള്ള ക്ലാസ്സിൽ 10, 15 എന്നുള്ള ക്ലാസ്സിലാണ് വരുന്നത്. നെക്സ്റ്റ് 16, 17 വീണ്ടും എവിടെ തന്നെയാണ്? നമ്മളുടെ ഇവിടെ 15, 20 എന്നുള്ള ക്ലാസ്സിലാണ്. നെക്സ്റ്റ് 2 ചെറിയ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ 0 to 5 നമ്മൾ 2 വരുന്നത്. ഇനി 12 നോക്കുകയാണെങ്കിലോ അത് 10 to 12, 10 to 15 എന്നുള്ള ക്ലാസ്സിലാണ് 12 വരുന്നുണ്ടായിരിക്കുക. ഇപ്പം എന്താ? 5ാമത്തെ ആളാണ് വരുന്നത്. ക്രോസ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ 8, 6 ഒക്കെ ഇവിടെ വരും. 5 to 10 വരുന്നുണ്ടായിരിക്കുക. 8, 6 വന്നു. നെക്സ്റ്റ് 13, 16
16-19 ഒരു ക്ലാസ്സിലായിരിക്കും, 13-14 എന്താണ് ഒരു ക്ലാസ്സിലായിരിക്കും. അപ്പോൾ 13-14 എവിടെയാണ് വരുന്നുണ്ടായിരിക്കാം? 10-15 എന്നുള്ള ക്ലാസ്സിലാണ്. 13 ഉണ്ട്, 14 ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? 16-19 തൊട്ട് അടുത്ത ക്ലാസ്സിലാണ് 16ഉം അതേപോലെ തന്നെ 19ഉം. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ 14 എവിടെ വരും? 14 എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിലാണ് വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ് 7 എന്ന് പറയുമ്പോഴെന്താണ്? ചെറിയ വാല്യൂ ആണ്. അപ്പോൾ 7 5 to 10ലാണ് 7 വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 13 എവിടെ വരും? 13 എന്ന് പറയുന്നത് 10 to 15ലാണ്. 15 എവിടെയാണ് വരിക? 15 to 20ലാണ് വരിക. 15ഉം 17ഉം എവിടെയാണ്? 15 to 20ലാണ് വരുന്നത്. 15ഉം 17ഉം മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 10 എന്ന് പറയണത് 10 2 10 ഉണ്ട് അല്ലേ? ആ 10 എവിടെയായിരിക്കും വരുന്നുണ്ടായിരിക്കും? ഈ ഒരു ക്ലാസ്സിലായിരിക്കും. 10-15 എന്നുള്ള ക്ലാസ്സിലായിരിക്കും 2 10 നമ്മൾ മാർക്ക് ചെയ്തു. അടുത്ത എന്താണ്? 9 ആണ് വരുന്നത്. 9 നോക്കുകയാണെങ്കിൽ 5 to 10ലാണ് 9 വരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇവിടെ 13 വരുന്നുണ്ട്. 13 എവിടെയാണ്? ഇവിടെയാണ് നമുക്ക് 13 വരുന്നത്. ആൻഡ് ലാസ്റ്റ് 21 എവിടെയാണ്? അത് 20 to 25ലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി ഈ ടാലി മാർക്സ് കൗണ്ട് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് എഴുതാനായിട്ട്. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഒരാളാണുള്ളത്. അപ്പോൾ ഇവിടെ 1 വന്നു. നെക്സ്റ്റ് ഇവിടെ 5 അല്ലേ? 1 2 3 4 5 വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്യണത്. അപ്പോൾ അവിടെ 5 ആണ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 2 സെറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ 5 + 5 10 ഉണ്ട്. പിന്നെ എന്താണ്? 2 ആൾക്കാരുണ്ട്. അപ്പോൾ 10 + 2 12 ഉണ്ട് നമുക്ക് അവിടെ. 12 ആൾക്കാരാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ 5 + 3 8 ആണ് വരുന്നത്. 8 വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 4 ആണ് വരുന്നത്. 1 2 3 4 4 ആണ് നമുക്കിനി വരുന്നത്. ഇനി ഈ ഫ്രീക്വൻസികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 30 കുട്ടികളുടെ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. ഒരു ക്വിസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അതിൽ 30 കുട്ടികളുടെ സ്കോറാണ് ഇത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 30 എന്ന് കറക്റ്റായിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മൾ എല്ലാ വാല്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ ഏതെങ്കിലും വാല്യൂ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി എന്താണ്? ഈ പറഞ്ഞ പോലെ ഒരു വാല്യൂ നമുക്ക് കിട്ടില്ല. സോ ഈ 30 എന്നുള്ളൊരു കാര്യം എന്തെങ്കിലും നമ്പർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 12 + 8 20 10 കറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 30 എന്ന് നമുക്ക് ഫൈനൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഇങ്ങനെയാണ് ഫ്രീക്വൻസി ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സോ ഇതേപോലെ ഫ്രീക്വൻസി ടേബിൾ ഓൾറെഡി മുന്നേ നമ്മൾ റിലേറ്റീവ് ഫ്രീക്വൻസിയും പെർസെൻറ്റേജ് ഫ്രീക്വൻസിയും ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുക. എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.